ഹായ് ഹലോ നമസ്കാരം. പിച്ച് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോണുമായി വന്നതാണ്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ വരും ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിന് നിങ്ങളുടെ പിന്തുണയാണ് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ചോദ്യം കഴിയുമ്പോഴും ആ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഇതേതു ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പാർലമെൻറ്റ് എന്നുള്ള ഒരു ഭാഗം പഠിക്കാനുണ്ട്. രാഷ്ട്രപതിയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, അങ്ങനെ നമുക്ക് ആ ഒരു ഇന്ത്യയുടെ ഗവൺമെൻറ് നമുക്ക് പഠിക്കാനുണ്ട്. ആ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാർലമെൻറ്റിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോകസഭാ സ്പീക്കർ, അറ്റോർണി ജനറൽ എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഏതാണെന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ് ആണോ, ലോകസഭാ സ്പീക്കർ ആണോ, പ്രസിഡന്റ് ആണോ എന്നാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര് എന്നതാണ് ചോദ്യം. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. നോക്കുക, ഇവിടുത്തെ ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർക്കാണ് അധികാരമുള്ളത് കേട്ടോ. ലോക്സഭാ സ്പീക്കറാണ്. മണി ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇരു സഭകളിലും മണി ബില്ലിനെ സംബന്ധിച്ച് കൂടുതൽ അധികാരം ലോകസഭയ്ക്കാണുള്ളത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ലോകസഭയുടെ അധ്യക്ഷനായ ലോക്സഭാ സ്പീക്കർക്കായിരിക്കും ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ 110 ആണ്. വിശദമായിട്ട് വരുന്നുണ്ട്, ഈ ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട്. നോക്കുക, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. കമൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാം, എന്താണ് ബില്ല് എന്ന് പറഞ്ഞാൽ? ബില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത്, നമുക്കൊരു രാജ്യത്ത് ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ ആ നിയമം ആ നിയമം ഒരു നിയമമായി വരണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറിന് മുമ്പുള്ള നിയമം ആകുന്നതിന് മുമ്പുള്ള നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബില്ല് എന്ന് പറയുക. നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ബില്ലുകൾ വിവിധ തരത്തിലുള്ള ബില്ലുകളുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ധനബിൽ അഥവാ മണി ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. ധനബിൽ അല്ലെങ്കിൽ മണി ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് എന്തെന്ന് പറയുന്നത്? മണി ബിൽ അല്ലെങ്കിൽ ധനബിൽ എന്ന് പറയുന്നത്. എന്താണ്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, ഇൻകം, പിന്നെ പണത്തിൻ്റെ വിനിയോഗം, എക്സ്പെൻഡിച്ചർ എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ധനബിൽ അല്ലെങ്കിൽ മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കും. ആർട്ടിക്കിൾ 110 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 110 ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 110 എന്താണ് എന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്ത കാര്യം, ധനബിൽ അവതരിപ്പിക്കുന്നത്, ധനബില്ല് നമുക്കിപ്പോൾ സാധാരണ ഒരു ബില്ലും മണി ബില്ലും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, സാധാരണ ഒരു ബില്ല് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. എന്നാൽ ധനബില്ല് എന്ന് പറയുന്നത് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ലോകസഭയിലാണ്. ലോകസഭയിലാണ്. മനസ്സിലായോ? ലോകസഭയിൽ ധനബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത്. ഒരിക്കലും ധനബില്ലിനെ എവിടെ അവതരിപ്പിക്കാൻ കഴിയില്ല? രാജ്യസഭയിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയില്ല. അതായത് ഞാൻ പറഞ്ഞിരുന്നു, നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് അല്ലേ. അപ്പോൾ ബില്ല്
ഇരു സഭകളിലും പാസ്സാക്കിയതിനു ശേഷം അല്ലെ, ലോകസഭയിലോ രാജ്യസഭ അല്ലെ, ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഓക്കെ, പക്ഷേ ധനബില്ലാണ് സാധനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്, എന്നിട്ട് അത് രാജ്യസഭയിലേക്ക് കൈമാറും. അത് സാധാരണ ബില്ലാണെങ്കിലും മണി ബില്ലാണെങ്കിലും ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും എന്ത് ചെയ്യണം? അംഗീകരിക്കണം ആ ബില്ല് എന്താവാൻ, നിയമമാവാൻ. അപ്പോൾ പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും പിന്നെ പണത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകളാണ് ധനബില്ല് എന്ന് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 110 എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ബില്ല്, ധനബില്ല് അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പോൾ ധനബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ഇനിയിപ്പോൾ ധനബില്ലല്ല, ധനേതര ബില്ലാണെങ്കിൽ ആ ബില്ല് എവിടെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. രാജ്യസഭയിൽ വേണമെങ്കിൽ ആദ്യം അവതരിപ്പിക്കാം, ശേഷം പിന്നീട് ലോക്സഭ പാസ്സാക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം, പിന്നീട് രാജ്യസഭ പാസ്സാക്കിയാൽ മതി. അപ്പോൾ ആദ്യം പാസ്സാകുന്ന അല്ലെങ്കിൽ ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ നമ്മൾ ഒന്നാം സഭ എന്നും, അതിനുശേഷം ആ സഭയിലുള്ള ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് പോലുള്ള വിശദമായ അല്ലേ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള വായനകളെല്ലാം കഴിഞ്ഞ് 3 വായനകൾ കഴിഞ്ഞ് രണ്ടാം സഭ, അത് ഒന്നാം സഭ ഏതാണോ അതല്ലാതെ സഭയാണ് രണ്ടാം സഭ, ആ രണ്ടാം സഭയിലേക്ക് പോയി ഓക്കെ, അവിടെയും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നിങ്ങനെയുള്ള വായനകളെല്ലാം കഴിഞ്ഞ് ഇരു സഭകളും അംഗീകരിക്കപ്പെട്ടാൽ അത് പ്രസിഡന്റിന്റെ മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ പ്രസിഡന്റിന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രസിഡന്റിന് എന്ത് ചെയ്യാം? അംഗീകരിക്കാം അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാം. പക്ഷേ സാധാരണഗതിയിൽ ധനബില്ലാണെങ്കിൽ അത് പ്രസിഡന്റ് അംഗീകരിക്കും. കാരണം ധനബില്ല് നമ്മുടെ പ്രസിഡന്റിന്റെ ശുപാർശയോട് കൂടിയാണ്, എന്താണ്, അംഗീകാരത്തോടു കൂടിയാണ് ശരിക്ക് എവിടെ നമുക്കൊരു മന്ത്രി എവിടെ അവതരിപ്പിക്കുന്നത്? നമ്മുടെ ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലോകസഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ധനബില്ല് നമ്മുടെ പ്രസിഡന്റിന്റെ ശുപാർശയോടുകൂടി തന്നെയാണ് ഒരു മന്ത്രിയാണ് അത് അവതരിപ്പിക്കുന്നത്. അത് ലോകസഭയിലേ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. സാധാരണ ബില്ല് പോലെ എല്ലാ സഭകളിലും 2 സഭകളിൽ ഏത് വേണമെങ്കിലും അവതരിപ്പിക്കാം, അങ്ങനെയല്ല. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ധനബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ ഞാൻ ഈ ബില്ലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വേണ്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാനാണ്. മോഡൽ എക്സാം ഈ ഒരു മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട്. ഇനി ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടു കൂടി രാജ്യസഭയിലേക്ക് അയക്കുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയ ബില്ലാണെങ്കിൽ ലോക്സഭ പാസ്സാക്കിയ ആ സാക്ഷ്യപത്രത്തോടു കൂടി അത് രാജ്യസഭയിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് ധനബില്ലാണെങ്കിലും അത് നമ്മുടെ ലോക്സഭയുടെ സാക്ഷ്യപത്രത്തോടു കൂടി, ലോക്സഭയുടെ സാക്ഷ്യപത്രം എന്ന് പറയുമ്പോൾ ഇത് മണി ബില്ലാണെന്ന് കൃത്യമായി എഴുതിയിട്ടാണ് അവിടെ പോകുന്നത്. ഓക്കെ, അങ്ങനെ എവിടേക്ക് പോവും? രാജ്യസഭയിലേക്ക് പോവും. ഇനി രാജ്യസഭയിൽ എത്തിയെന്ന് വിചാരിക്കാം. രാജ്യസഭയിൽ സാധാരണ ബില്ലാണെങ്കിൽ 6 മാസം വരെ പിടിച്ചു വയ്ക്കാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ തള്ളിക്കളയാം, അല്ലെങ്കിൽ പുനർപരിശോധനയ്ക്ക് അയക്കാം, അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്താം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 14 ദിവസങ്ങൾക്കകം രാജ്യസഭ എന്തു ചെയ്യാം? നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ സഹിതം എന്ത് ചെയ്യണം? ലോകസഭയിലേക്ക് തിരിച്ചയക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നിരിക്കട്ടെ, 14 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തില്ല എന്നിരിക്കട്ടെ, അതെന്താവും? ലോകസഭ അത് എങ്ങനെയാണോ പാസ്സാക്കിയത് അതേ രീതിയിൽ തന്നെ രാജ്യസഭയും പാസ്സായതായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് രാജ്യസഭയ്ക്ക് നമ്മുടെ ധനബില്ലിന്മേലുള്ള അധികാരം വളരെ പരിമിതമാണ്, രാജ്യസഭയുടെ കാര്യം. പക്ഷേ സാധാരണ ബില്ലിലല്ല, മണി ബില്ലിൻ്റെ കേസിൽ. അപ്പോൾ നിർദ്ദേശങ്ങൾ നൽകാം എന്ന് വെച്ചാൽ അവിടെ ഭേദഗതിയാവണോ? അല്ല. അത് ഒഴിവാക്കിയതാണോ? അല്ല. നിർദ്ദേശം മാത്രം, ഒരു ഉപദേശം മാത്രം. ഉപദേശം കേൾക്കണോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കാം? ലോകസഭയ്ക്ക് തീരുമാനിക്കാം. ലോകസഭയ്ക്ക് വേണമെങ്കിൽ ആ നിർദ്ദേശം ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ വേണ്ട. യെസ്, അതാണ് അത് പറഞ്ഞത്. അപ്പൊ ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ പ്രസ്താവനയായിട്ട് വന്നിട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മണി ബില്ലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ ചോദിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കാതെ ഒരു കാര്യം പറഞ്ഞു തന്നു പോകുന്നു എന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാമുകൾ എഴുതുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാത്തത്.
അപ്പോൾ പറഞ്ഞത് ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. എന്തിൻ്റെ കേസിൽ? മണി ബില്ലിൻ്റെ കേസിൽ. ഇനി ധനബില്ല് ഭേദഗതി ചെയ്യാനോ തള്ളിക്കളയാനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല. ഇത് മനസ്സിലാക്കണേ. നിർദ്ദേശം നൽകാം. സാധാരണ ബില്ലാണെന്നുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാനോ തള്ളിക്കളയാനോ ഒക്കെ രാജ്യസഭയ്ക്ക് അധികാരമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് മണി ബില്ലാണ്, ധനബില്ലാണ്. ധനബില്ലിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ലോകസഭാ സ്പീക്കർക്കാണ് കേട്ടോ, ലോകസഭാ സ്പീക്കർക്കാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മണി ബില്ലിനെ, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, ഒരേപോലത്തെ സാധനം തന്നെയാണ്. മണി ബില്ലിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? അപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശരി ഏതെന്നല്ല, ശരിയല്ലാത്തത് ഏത് എന്നാണ്. നികുതിയെ മാറ്റുക, ടാക്സ് ഇല്ലാതാക്കുക, ഫൈൻ നൽകുക, ടാക്സിനെ നിയന്ത്രിക്കുക. നികുതി അതന്നെയല്ലേ ടാക്സ് അല്ലെ? നികുതിയെ മാറ്റുക, ടാക്സിനെ മാറ്റുക, ടാക്സ് ഇല്ലാതാക്കുക, ഫൈൻ നൽകുക, ഫൈൻ പിഴ, പണപ്പിഴ, പിന്നെ ടാക്സിനെതിരെ നിയന്ത്രിക്കുക. ഓക്കെ, ടാക്സിനെതിരെ അല്ല, ടാക്സിനെ നിയന്ത്രിക്കുക. ഇതിലേതാണ് ശരിയല്ലാത്തത് എന്നാ ചോദ്യം. ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ വന്ന ചോദ്യമാണ്, അപ്പൊ കണ്ടതുകൊണ്ട് എടുത്തതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഫൈൻ നൽകുക, സി ആണ് ഇവിടെ ശരിയല്ലാത്തത് കേട്ടോ. സി ആണ് ഇവിടുത്തെ ശരിയല്ലാത്തത്. എ ശരിയാണ്, ബി ശരിയാണ്, ഡി ശരിയാണ്, എന്നാൽ സി ശരിയല്ല എന്ന്. അതുകൊണ്ട് ഇവിടെ ശരിയല്ലാത്തത് ചോദിച്ചത് കൊണ്ട് ഇവിടെ ഉത്തരം സി ആണ് കേട്ടോ. ഇവിടെ ഉത്തരം സി ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 110 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്മുടെ മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആ ആർട്ടിക്കിൾ 110 ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് അതിൽ ഒരു ബില്ലിൽ പറയുന്നുണ്ടെങ്കിൽ അത് മണി ബില്ലായിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. അതിൽ നിങ്ങൾ എല്ലാ പോയിന്റും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കാമെന്ന് ഭരണഘടനാ അനുച്ഛേദം ഏതാണ് 110 ഓക്കെ എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു, പ്രസ്താവിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണത് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത്. ഏതെങ്കിലും നികുതി ചുമത്തൽ. ഓപ്ഷൻ നോക്കിയേ, ഏതെങ്കിലും നികുതി ചുമത്തൽ. ഓപ്ഷൻ നോക്കിയേ അല്ലേ? ഇവിടെ നോക്കുക, നികുതി ചുമത്തുക. ഓക്കെ, നികുതി ചുമത്തുക, ഏതെങ്കിലും ഒരു നികുതി ചുമത്തുക. നിർത്തലാക്കൽ, ഇളവ്, മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം. ഇതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നികുതിയെ ചുമത്തുന്നതോ, ഏതെങ്കിലും ഒരു നികുതി നിർത്തലാക്കുന്നതോ, ഏതെങ്കിലും നികുതിയിൽ ഇളവ് നൽകുന്നതോ, ഏതെങ്കിലും നികുതിയിൽ മാറ്റം വരുത്തുന്നതോ അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരികയോ ചെയ്യുന്നത് മണി ബില്ലാണ്. പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു നികുതി ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ് നൽകൽ, മാറ്റമല്ലെങ്കിൽ നിയന്ത്രണം. ഇത് മണി ബില്ലിനാണ് പറയുന്നത്. ഇതൊരു ബില്ലിൽ പറയുന്നുണ്ടെങ്കിൽ നികുതിയെക്കുറിച്ച്, നികുതി ചുമത്തലിനെ കുറിച്ച്, നികുതി നിർത്തലാക്കലിനെ കുറിച്ച്, നികുതിയിൽ ഇളവ് വരുത്തൽ, മാറ്റം വരുത്തൽ, നിയന്ത്രണം നൽകൽ, ഇതൊക്കെ ആണെങ്കിൽ അത് മണി ബില്ലായിട്ടാണ് കണക്കാക്കുന്നത്. എന്ത് പ്രകാരം? ആർട്ടിക്കിൾ 110 പ്രകാരം. ഇനി കേന്ദ്ര ഗവൺമെന്റ് പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം ഇതിൽ വരും. കേന്ദ്ര ഗവൺമെന്റ് പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം ഇതിൽ വരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെയോ ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ടിൻ്റെയോ സൂക്ഷിക്കൽ, പണം അടയ്ക്കൽ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഫണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കൽ, ഇതെല്ലാം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ബില്ല് മണി ബില്ലാണ്. ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കൽ എന്തിൽ വരും? മണി ബില്ലിൽ വരും. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. ഞാനൊന്ന് നീറ്റാക്കി തരാം, ബോർഡ് നീറ്റാക്കി തരാം. എന്താണ് പറയുന്നത്? ഇപ്പൊ പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യത്തേത് എന്തായാലും പഠിച്ചു വെക്കുക. ഏതെങ്കിലും നികുതി ചുമത്തല്, നിർത്തലാക്കല്, ഇളവ് അല്ലെങ്കിൽ മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം, അത്
നികുതിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് മണി ബില്ലായിട്ട് കണക്കാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം നികുതി മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള അതിന്റെ സൂക്ഷിക്കല്, പണമടയ്ക്കല് അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കല് അത് നമ്മുടെ എന്തിൽ വരും? നമ്മുടെ മണി ബില്ലിൽ വരും എന്നുള്ളതാണ്. മണി ബില്ലിൽ വരും. യെസ്. ഇനി 4, ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കൽ എന്തിൽ വരും? നമ്മുടെ ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പണം വിനിയോഗിക്കൽ മണി ബില്ലിൽ വരും എന്നുള്ളതാണ്. 4 കിട്ടി. 5-മത്തേത് ഇന്ത്യൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വകയിരുത്തുന്ന ഏതെങ്കിലും ചെലവിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരം ചെലവുകളുടെ തുക വർദ്ധിപ്പിക്കൽ എന്തിൽ വരുന്നതാണ്? മണി ബില്ലിൽ വരുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കണം. കിട്ടിയോ? ഇനി അടുത്തത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെയോ പബ്ലിക് അക്കൗണ്ട്സിലെയോ പണം സ്വീകരിക്കൽ, സൂക്ഷിക്കൽ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ അക്കൗണ്ടുകളുടെ ഓഡിറ്റ് എന്നിവയെല്ലാം മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മണി ബില്ലായി കണക്കാക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കേണ്ടതില്ല. അത് ഏതൊക്കെയാണ്? പിഴ. നമ്മുടെ ചോദ്യത്തിൽ പിഴ എന്നില്ലേ അല്ലെ? പിഴ, ഫൈൻ എന്നില്ലേ? പിഴയോ മറ്റു പണപ്പിഴകളോ ചുമത്തൽ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ തെറ്റായത് കൊണ്ട് നമ്മൾ എഴുതിയത്. ഇനി ലൈസൻസുകൾക്കായുള്ള ഫീസിന്റെ ആവശ്യം, പണമടയ്ക്കൽ അല്ലെങ്കിൽ നൽകിയ സേവനങ്ങൾക്കുള്ള ഫീസ്, ഇതൊന്നും മണി ബില്ലിൽ വരില്ല. പ്രാദേശിക ആവശ്യങ്ങൾ, പ്രാദേശിക അതോറിറ്റിയുടെയോ ബോഡിയുടെയോ ഏതെങ്കിലും നികുതി ചുമത്തലോ നിർത്തലാക്കലോ ഇളവ് അല്ലെങ്കിൽ മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം. പ്രാദേശിക അതോറിറ്റിയുടെ നികുതി ചുമത്തലോ നിർത്തലാക്കലോ ഇളവോ അല്ലെങ്കിൽ മാറ്റമോ അല്ലെങ്കിൽ നിയന്ത്രണമോ എന്തിൽ വരില്ല? മണി ബില്ലിൽ വരില്ല എന്നാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചോദ്യം. ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് വന്നതാണ്. അതുകൊണ്ട് നമ്മുടെ UPക്ക് വരാൻ സാധ്യത കൂടുതലാണ്. UPക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. യെസ്, ക്ലിയർ ആണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യമാണ് അല്ലെ? അടുത്ത ചോദ്യം നോക്കുക. നമ്മളിപ്പോൾ 2 ചോദ്യം കഴിഞ്ഞു. അപ്പോൾ ഇത് 3-മത്തെ ചോദ്യമാണ് അല്ലെ? 3-മത്തെ ചോദ്യം. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഈ ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്, മുൻപും വന്ന ചോദ്യം തന്നെയാണ്. നോക്കുക, അയ്യങ്കാളിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അയ്യങ്കാളിയെ കുറിച്ചൊന്നും പറയുന്നില്ല. 1980 അയ്യങ്കാളിയുടെ ഒരു പ്രതിമ വെള്ളയമ്പലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി. അത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആ കാലഘട്ടം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളത്. ഒന്ന് ആലോചിക്കുക, ഇന്ദിരാഗാന്ധിയാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്തായാലും ഇന്ദിരാഗാന്ധിയെ കുറിച്ച് തീർച്ചയായിട്ടും ചോദ്യം വരാം. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാര്? പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെങ്കിൽ മഹാനായ പുത്രൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? തീർച്ചയായിട്ടും അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പോയിന്റ് ആണ്. യെസ്. ഇനി പ്രിയദർശിനി എന്ന് ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ആരോ ചോദിച്ചാൽ അത് ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പ്രിയദർശിനി എന്നാണ്. സ്വതന്ത്ര സമര സേനാനികളെ സഹായിക്കാനായി ഇന്ദിരാഗാന്ധി ആരംഭിച്ച സംഘടന ഏത്? വാനരസേന എന്ന സംഘടന.
അപ്പോൾ വാനരസേന എന്ന സംഘടന ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണെന്നും സ്വതന്ത്ര സമര സേനാനികളെ സഹായിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി രൂപീകരിച്ച സംഘടനയാണ് വാനരസേന എന്നും ഇന്ദിരാഗാന്ധിയെ പ്രിയദർശിനി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണെന്നും അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്നും അയ്യങ്കാളിയുടെ പ്രതിമ വെള്ളയമ്പലത്ത് 1980 അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഭാരതരത്നം ലഭിച്ച വർഷം ചോദിച്ചാൽ 1971 ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാലും അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത, ഇന്ത്യയുടെ ഉരുക്ക് വനിത. 1971 എന്ത് കിട്ടി? ഭാരതരത്നം ലഭിച്ചു. ഭാരതരത്നം ലഭിച്ച ആദ്യ വനിതയാണ് ആര് എന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, കിട്ടുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ പ്രസിഡന്റായ സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് ഒരു സിംല കരാറിൽ ഒപ്പുവെച്ച വർഷം ചോദിക്കും. 71 ഭാരതരത്നം, 72 ജൂലൈ 2 സിംല കരാർ. പാകിസ്ഥാൻ പ്രസിഡന്റായ സുൽഫിക്കർ അലി ഭൂട്ടോയായിട്ട് ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. 1971 ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം, 72 ജൂലൈ 2 സിംല കരാർ. ഓർത്തു വെച്ചാൽ മതി. ഇനി 12 കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 12 കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ്. ഇന്ദിരാഗാന്ധിയുടെ പ്രധാന ഒരു മുദ്രാവാക്യമാണ് ദാരിദ്ര്യം തുടച്ചു നീക്കുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നിങ്ങനെയുള്ള മുദ്രാവാക്യം. ഗരീബി ഹഠാവോ ആരുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും. ഇതുപോലെയുള്ള പ്രധാനമന്ത്രിമാരുടെയൊക്കെ മുദ്രാവാക്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗരീബി ഹഠാവോ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്ന വർഷം ചോദിച്ചാൽ നമ്മൾ 1971 ഭാരതരത്നം, 1972 ജൂലൈ 2 സിംല കരാർ, 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി, ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇതേ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ പ്രധാനമന്ത്രി ആര് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. യെസ്. ഇനി സ്വന്തം അംഗരക്ഷകനാൽ വധിക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്, വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഏത്? 1984 ഒക്ടോബർ 31. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായിട്ടാണ് വരിക കേട്ടോ. ദേശീയ പുനരർപ്പണ ദിനം. അപ്പോൾ ജന്മദിനത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നവംബർ 1917 നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമാണ് കേട്ടോ. ദേശീയോദ്ഗ്രഥന ദിനമാണ്. വധിക്കപ്പെട്ടു എന്ന് കാര്യം പറഞ്ഞു. വധിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി 1984 ഒക്ടോബർ 31. ആ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം. ഇനി ജനിച്ച ദിവസം, ജന്മദിനം നവംബർ 19. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയോദ്ഗ്രഥന ദിനമാണ്. ഇനി വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തിസ്ഥലാണ് കേട്ടോ. ശക്തിസ്ഥലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശക്തിസ്ഥൽ എന്നുള്ളത്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് പറയുക. നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഓരോ ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കണം. ടോപ്പിക് ക്ലാസ്സുകൾക്ക് വളരെ വ്യൂസ് കുറവാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.